തൃശൂർ നഗരത്തെ ഭക്തിസാന്ദ്രമാക്കിയ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ സന്ദർശനത്തിന് ശനിയാഴ്ച 40 വയസ്സ്. അന്ന് മാർപ്പാപ്പയെ മാലയണിയിച്ച് അദ്ദേഹത്തിന്റെ ചുംബനം ഏറ്റുവാങ്ങിയ 8 വയസ്സുള്ള നെല്ലിക്കുന്നുകാരൻ ജോസഫ് എന്ന ആ കൊച്ചുബാലൻ ഇന്ന് ഫാദർ ജോസഫ് കണ്ണനായ്ക്കലാണ്. തൻ്റെ ജീവിതം തന്നെ ക്രിസ്തുവിനായി സമർപ്പിക്കാൻ ആ നിമിഷം കാരണമായെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ആ ധന്യസ്മരണകൾ പങ്കുവയ്ക്കുകയാണ് ഫാദർ ജോസഫ്. എൻ്റെ പേര് ഫാദർ ജോസഫ് കണ്ണനായ്ക്കൽ SDV. പിന്നെ എനിക്ക് ഒരു പെങ്ങളാണുള്ളത്. പെങ്ങളുടെ പേര് സിസ്റ്റർ റോസ്മേരി CHO. ഇവിടെ ഹോളി ഫാമിലി തിരുക്കുടുംബ സന്യാസ അംഗമാണ്. അദ്ദേഹം ടീച്ചറും കൂടിയാണ്. അമ്മ വീട്ടിലാണ്, ഹൗസ് വൈഫാണ്. ഞാൻ മുളയത്ത് ഞങ്ങളുടെ ഡിവൈൻ യൂണിയൻ വൊക്കേഷണറി സെമിനാരി ഉണ്ട്. ആ സെമിനാരിയിലെ അംഗമാണ്. ഞാൻ അവിടെ ഇടവുകളിൽ ഒക്കെ സഹായിക്കാനായിട്ട് പോകും. 1986 ഫെബ്രുവരി 7 ആ ധന്യ നിമിഷം. തൃശൂർ സന്ദർശനത്തിന് മാർപ്പാപ്പ എത്തിയപ്പോൾ ഹാരമർപ്പണം നടത്താനും പൂച്ചെണ്ട് നൽകാനും അനുമതി കിട്ടിയത് തൃശൂർ നെല്ലിക്കുന്ന് സെയിന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ കണ്ണനായ്ക്കൽ ഡേവിസിന്റെയും സൂസൻ നെയുടെയും രണ്ടാമത്തെ മകൻ ജോസഫിനായിരുന്നു. തിരുബാല സഖ്യത്തിലെ അംഗങ്ങൾക്ക് രൂപതാതലത്തിൽ നടത്തിയ മത്സരത്തിൽ വിജയിക്കുന്നവർക്കായിരുന്നു മാർപ്പാപ്പയെ മാലയണിയിക്കാൻ അവസരം. ഏഴ് 2/86 അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് അന്ന് ആണ് തൃശ്ശൂര് മാർപ്പാപ്പ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൃശ്ശൂര് കടന്നു വരികയും മാർപ്പാപ്പയെ മാലയിടാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. തിരുവാല സഖ്യത്തിൻ്റെ അതിലെ അംഗമായിരുന്നു ഞാനും പെങ്ങളും ഒക്കെ അംഗമായിരുന്നു. തിരുവാല സഖ്യത്തിൻ്റെ മത്സരങ്ങളിൽ പ്രത്യേകിച്ച് ബൈബിൾ വായന മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ട് അങ്ങനെയാണ് ഈ മാർപ്പാപ്പയ്ക്ക് മാലയിടാനായിട്ടുള്ള അവസരം ലഭിച്ചത്. പല സ്കൂളുകളിൽ നിന്നും പല രീതിയിലുള്ള മത്സരങ്ങളുടെ കുട്ടികൾ മത്സരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കിട്ടിയ ആളുകളെ വെച്ചിട്ട് വീണ്ടും ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സെലക്ഷൻ ക്യാമ്പിൽ അങ്ങനെ ഫസ്റ്റ് കിട്ടി. അതിൻ്റെ ഭാഗമായിട്ടാണ് മാർപ്പാപ്പയെ മാലയിടാനായിട്ടുള്ള ഒരവസരം ലഭിച്ചത്. വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 25 വർഷങ്ങൾക്ക് മുൻപ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ കേരളത്തിൽ വന്നു, തൃശ്ശൂർ വന്നു. ആ സമയത്തെ ഒരു ചെറിയ അനുഭവം, ചെറിയ ഓർമ്മകളാണ് ഞങ്ങൾക്കുള്ളത്. എൻ്റെ ആങ്ങള ജോസഫ് കണ്ണനായ്ക്കൽ SDV ഫാദറാണ്. അച്ഛനാണ് മാർപ്പാപ്പയ്ക്ക് മാലയിടാനായിട്ട് സെലക്ഷൻ കിട്ടിയത്. അപ്പം ഞങ്ങളൊക്കെ മാലാഖമാരുടെ വേഷം ഇട്ടിട്ട് പിതാവ് വരുമ്പോൾ 2 സൈഡിൽ നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെയൊക്കെ, ഞാൻ ചെറിയ കുട്ടി തന്നെയായിരുന്നു, അപ്പൊ ഞങ്ങളങ്ങനെ കൊണ്ടുപോയത്. അപ്പോൾ പിതാവ് വരുന്ന വഴിയിൽ ഞങ്ങൾ ഇങ്ങനെ മാലാഖമാരായിട്ട് നിന്നു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് അതിലെ താരമാണ്. എല്ലാവരും അച്ഛനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു. എനിക്ക് ആ മാർപ്പാപ്പയുടെ അച്ഛനൊക്കെ ഇരിക്കുന്ന ആ സ്ഥലത്തേക്കൊന്നും എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. പാരൻസിന് മാത്രമാണ് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. അച്ഛനാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടാണ്. അതിന് മുമ്പുള്ള റിഹേഴ്സല് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ കുണ്ടുകുളം പിതാവിന് ആയിരുന്നു 7 പ്രാവശ്യം ഹാരമണിയിച്ചു. അങ്ങനെ ഒരു ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു അത്. അത് ഞങ്ങൾക്ക് ഒരുപാട് തമാശയായിരുന്നു ആ സംഭവങ്ങളൊക്കെ. പിന്നെ മാർപ്പാപ്പയാണെങ്കിലും അച്ഛൻ മാലയിട്ട് കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചു കൊണ്ടുപോയിട്ട് ചുംബനം കൊടുത്ത്, എടുത്ത് കയ്യിൽ ഉയർത്തി ചുംബനം കൊടുത്തത്, അതൊക്കെ ഭയങ്കര ആഹ്ലാദത്തോടു കൂടിയിട്ടാണ് അച്ഛൻ പറഞ്ഞിരുന്നത്. ഇറങ്ങി വരുമ്പോൾ തന്നെ ആളുകളൊക്കെ അച്ഛനെ, മാർപ്പാപ്പേനെ തൊട്ട മോൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അച്ഛനെ തൊട്ടുമുത്തുന്ന, ആ കൊച്ചുകുട്ടിയെ തൊട്ടുമുത്തുന്ന ഒരു രംഗമൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങള് മാർപ്പാപ്പയെ മാലയിടാനായിട്ട് പോകുന്ന അവസരത്തില് അതിന്റെ തലേദിവസമൊക്കെ ഞങ്ങൾക്ക് ഈ മാർപ്പാപ്പയെ മാലയിടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞത്, അതായത് യേശുസ് ക്രിസ്തുസ് എന്ന് പറഞ്ഞ, അതായത് മാർപ്പാപ്പയുടെ മാതൃഭാഷയില് പോളിഷ് ഭാഷയില് മാർപ്പാപ്പയെ മാലയിടാൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അവർ മാർപ്പാപ്പ പേരൊക്കെ ചോദിച്ചു, വാട്സ് നെയിം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങള് എൻ്റെ പേര് പറഞ്ഞു. മാർപ്പാപ്പ ഒരു കൊന്തൊക്കെ തന്നു. അങ്ങനെ മാർപ്പാപ്പയെ കുട്ടികള് ആരും തിരിച്ച് ചുംബിക്കാറില്ലാത്തതുകൊണ്ട് ആ സമയത്ത്
ഈ പേപ്പറുകളിലൊക്കെ ഈ ഫോട്ടോയും പത്രവാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുകയുണ്ടായി. ഇവിടെ അച്ഛനായതിനു ശേഷവും മാർപ്പാപ്പച്ചൻ, മാർപ്പാപ്പ കുട്ടി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറ്. വിശുദ്ധനായ പാപ്പായെ ചുംബിക്കുവാനും ആശ്ലേഷിക്കാനും അനുഗ്രഹങ്ങൾ തിരിച്ചു വരാനും ഭാഗ്യം ലഭിച്ചു. അത് വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനുമുപരി മോൻ വൈദികനാകാനും യേശുവിന്റെ ശരീര രക്തങ്ങൾ കൈകളിലെടുക്കുവാനും ആശ്ലേഷിക്കുവാനും ചുംബിക്കുവാനും സ്വന്തമായി തീരുവാനും ക്രിസ്തുവിന്റെ സ്വന്തമായി തീരുവാനും ഭാഗ്യം ലഭിച്ചതാണ് അതിനേക്കാൾ കൂടുതൽ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. വിശുദ്ധ ജോൺ പോൾ ഇടവൻ മാർപ്പാപ്പ തൃശ്ശൂർ വരുന്നതിന്റെ തലേദിവസം ഞങ്ങള് അവിടെ സ്റ്റേജില് ഭൂഗോളത്തിന്റെ പകുതി മുറിച്ച് വെച്ച ഒരു സ്റ്റേജായിരുന്നു. അവിടെ ഞങ്ങൾ പോയിരുന്നു. കുണ്ടുകുളം പിതാവാണ് ഞങ്ങൾക്ക് വേണ്ടി റിഹേഴ്സൽ ചെയ്യാനായിട്ട് മാർപ്പാപ്പയെ പോലെ അവിടെ ഇരുന്നത്. അപ്പോൾ ഞാനും അപ്പച്ചനും അവിടെ പോയി. കനത്ത പോലീസ് സെക്യൂരിറ്റി ഒക്കെ ആയിരുന്നു. എൻട്രൻസ് പാസ് കാണിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പ്രവേശിച്ചത്. അങ്ങനെ അവിടെ ചെന്ന് അതായത് മാർപ്പാപ്പയെ പോലെ അഭിനയിച്ച കുണ്ടുകുളം പിതാവിനെ ഞാൻ 6 പ്രാവശ്യം മാലയിട്ട് പഠിച്ചു. അപ്പോൾ ഞങ്ങൾ പോരുന്ന സമയത്ത് കുണ്ടുകുളം പിതാവിനോട് ഞാൻ ചോദിച്ചു, നാളെ ഒരു തവണ മാലയിട്ടാൽ മതിയോ എന്ന് ചോദിച്ചു. പറഞ്ഞു നാളെ ഒരു തവണ മാലയിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് കുണ്ടുകുളം പിതാവും അതുപോലെ തന്നെ അന്നത്തെ വികാരി ജനറലായിരുന്ന പോൾ ചിറ്റിലപ്പള്ളി പിതാവും ഞങ്ങൾ യാത്രയാക്കി. ഞങ്ങൾ വളരെ അങ്ങനെ അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. അപ്പച്ചൻ്റെ കൂടെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ജോസഫിന് ബൈക്ക് അപകടത്തിൽ പരിക്കുപറ്റി. മാർപ്പാപ്പയോട് പ്രാർത്ഥിച്ചതിനാലാണ് വളരെ വേഗം സുഖം പ്രാപിക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മാർപ്പാപ്പ മാലയിട്ട ദിവസം ധരിച്ച വെള്ള വസ്ത്രങ്ങൾ ഇന്നും അദ്ദേഹം സൂക്ഷിക്കുന്നു. ദൈവളിയായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ പല അച്ഛന്മാരെയും വിശുദ്ധരായ വൈദ്യരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലെ ഒരു സ്പാർക്കായിട്ട് നിൽക്കുകയാണ്.